സൂത്രധാരന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്തുള്ള ശോഭിക വെഡിങ് സെന്ററിലാണ്. അപ്പോൾ ശോഭിക വെഡിങ് സെന്ററിലാണ് നമ്മുടെ സൂത്രധാരൻ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. വലിയ പെരുന്നാളാണ്. വലിയ പെരുന്നാളിന്റെ തിരക്കിലാണ് ശോഭിക വെഡിങ്സിലെ ഓരോ കസ്റ്റമേഴ്സും. നമുക്കപ്പോൾ അകത്ത് ചെന്ന് ഓരോ കസ്റ്റമേഴ്സിനെയും പരിചയപ്പെടാം. നമ്മുടെ കുസൃതി ചോദ്യങ്ങൾ ഓരോന്നായി ചോദിക്കാം, സമ്മാനങ്ങൾ നൽകാം. കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സിൽ വലിയ പെരുന്നാളിന്റെ തിരക്കാണ് ഈ കാണുന്നത്. നമുക്ക് സൂത്രധാരൻ എന്ന പ്രോഗ്രാമിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓരോ കസ്റ്റമേഴ്സിനോടും നമുക്ക് ചോദ്യം ചോദിക്കുന്നതിനോടൊപ്പം മനോഹരമായ സമ്മാനങ്ങളാണ് ശോഭിക വെഡിങ്സ് അവർക്കായി ഒരുക്കിയിരിക്കുന്നത്. അത് നൽകാം. ഹലോ, നമ്മൾ സിറ്റി ചാനലിൽ നിന്നാണ് വരുന്നത്. സിറ്റി ചാനലിന്റെ സൂത്രധാരൻ എന്ന ഒരു പ്രോഗ്രാമിൽ നിന്ന് വരികയാണ്. എന്താണ് പേര്? ഒന്നും പേടിക്കണ്ട. സുഫൈറ. എവിടെയാണ് വീട്? മുക്കോട്. എന്താണ് ഇന്ന് പർച്ചേസിന് വന്നേ? വലിയ പെരുന്നാളിന്റെ പർച്ചേസ് ആണോ? അതെല്ലേ. ചമ്മലുണ്ടോ? നന്നായിട്ടുണ്ട് എന്നല്ലേ? ഓക്കെ, ചമ്മലൊന്നും വേണ്ട. നമ്മുടെ സ്വന്തം ചാനലല്ലേ. പിന്നെ ഞങ്ങൾ ഒരു ചെറിയ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ചോദിക്കട്ടെ. നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത ഒരു പ്രായം ഏതാണ്? കുസൃതി ചോദ്യമാണ് കേട്ടോ. അഭിപ്രായം. അപ്പൊ ആദ്യത്തെ കസ്റ്റമറെ നമ്മളെടുത്തുന്ന സമ്മാനങ്ങൾ, ശോഭിക വെഡിങ്സ് നൽകുന്ന അതിമനോഹരമായ സമ്മാനം മേടിക്കാൻ പോവുകയാണ്. കണ്ടോ, ഇപ്പൊ അവിടെ നാണിച്ചിരുന്നെങ്കിൽ ഈ സമ്മാനം ലഭിക്കാറുന്നോ? ഇല്ല. ഓക്കെ, അപ്പം ആദ്യത്തെ കസ്റ്റമർ, ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ആരും ഇഷ്ടപ്പെടാത്ത പ്രായം ഏതാണ് എന്തായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം എന്താണ്? അഭിപ്രായമാണ് ഉത്തരം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. സൂത്രധാരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വന്നിരിക്കുകയാണ്. എന്താണ് പേര്? ഫാത്തിമ. എന്താണ് പേര്? ഫർഹത്ത്. എവിടെയാണ് വീട്? കൊളവയില്. വലിയ പെരുന്നാളിന്റെ പർച്ചേസ് ആയിരിക്കും അല്ലേ? പർച്ചേസ്. ഓക്കെ, അപ്പം എടുത്തോ. എങ്ങനെയുണ്ട് ശോഭിക വെഡിങ്സിന്റെ കളക്ഷൻസ് ഒക്കെ? അടിപൊളിയാണ്. എപ്പോഴും വരാറുണ്ടോ? ഇവിടെ തന്നെയാണോ പർച്ചേസിന് വരാറ്? അതെല്ലേ. പാട്ട് പാടോ? ആ മുഖം കണ്ടിട്ട് ഒരു പാട്ട് പാടുന്ന ആ ഒരു ടച്ച് ഉണ്ടെന്ന് തോന്നുന്നു. വലിയ പെരുന്നാളൊക്കെ അല്ലേ, സന്തോഷമല്ലേ? നമ്മള് ഒരു 2 വരി പാടിയാലോ? ഇവിടെ നിന്നത് തന്നെ ഭാഗ്യന്നല്ലേ. ഓക്കെ, അപ്പൊ ഞാന് ഒരു ചെറിയ കുസൃതി ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദിക്കട്ടെ? പേടിയുണ്ടോ? ചോദ്യം ഇതാണ്, സിഗ്നേച്ചറും ഒരു വൃക്ഷവും ചേർന്ന ഒരു കലാരൂപം ഏതാണ്? ഒന്ന് ആലോചിക്കുക. കുസൃതി ചോദ്യമാണ്. സിഗ്നേച്ചറും ഒരു വൃക്ഷവും ചേർന്ന കലാരൂപം. സിഗ്നേച്ചറും ഒരു വൃക്ഷവും ചേർന്ന കലാരൂപം ഏതാണ്? കലോത്സവം ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ആ സിഗ്നേച്ചറും ഒരു വൃക്ഷവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയാണ് ഒപ്പന കിട്ടിയത്? അതല്ലേ. അപ്പൊ ഞാൻ ഇന്ന് ചോദിക്കുന്ന 2ാമത്തെ കസ്റ്റമർ ആണ്. ആദ്യത്തെ കസ്റ്റമറും വിൻ ചെയ്തു, അതുപോലെ 2ാമത്തെ കസ്റ്റമറും ഇപ്പൊ വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എനിവേ കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. എന്തായിരുന്നു ചോദ്യം? ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നെ ചോദിച്ചാൽ മതി. ഓക്കെ, ചോദ്യം ഇതായിരുന്നു, സിഗ്നേച്ചറും ഒരു വൃക്ഷവും ചേർന്ന ഒരു കലാരൂപം ഏത് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ശരിയായ ഉത്തരം എന്തായിരുന്നു? ഒപ്പന. അപ്പൊ വിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമുക്ക് ഇനി കിട്ടിയിരിക്കുന്നത് കുറച്ച് കുരുന്നുകളെയാണ്. നമുക്ക് അവരോടും കൂടെ ഒന്ന് ചോദിക്കാം. ഡ്രസ്സ് എടുക്കാൻ വന്നെയാണോ? എവിടുന്നാണ് വരുന്നേ? എല്ലാവരും അവിടെ നിന്നാണോ? ഒരേ വീട്ടിൽ നിന്നാണോ? അതെല്ലേ. അപ്പം ഡ്രസ്സൊക്കെ എടുത്തോ? നമ്മുടെ ഡ്രസ്സ് എടുത്തിട്ട് അമ്മമാർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഞാനൊരു കുസൃതി ചോദ്യമായാണ് എത്തിയിരിക്കുന്നത്. അതിന് മുന്നേ പാട്ട് പാടോ? ഒരു 2 വരി പാട്ട് നമ്മുടെ സിറ്റി ചാനലിന് വേണ്ടിയിട്ട് പാടി. സിതാരേ സിതാരേ മിലേ സിതാരേ തബി തോ ഹുവേ ഹൈ നസാരേ തുമാരേ സിതാരേ. ശരി, അടിപൊളി പാട്ടായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ ചെറിയൊരു കുസൃതി ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദിച്ചോട്ടെ? ചോദ്യം ചെറിയ ചോദ്യമാണ്, ഉത്തരം പറയാൻ ശ്രമിക്കാം കേട്ടോ. സ്വന്തം പേര് എപ്പോഴും പറഞ്ഞ് കരയുന്ന ജീവി ഏതാണ്?
കാക്ക. കാക്ക. എൻ്റെ അമ്മ കുഞ്ഞു മോളല്ലേ എന്ന് വെച്ച് ഞാൻ ഈസി ചോദ്യം ചോദിച്ചാണ്. പക്ഷേ ആ ചോദിച്ച സ്പോട്ടിന് എന്നെ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കിട്ടുമെന്ന് വിചാരിച്ചിരുന്നോ സമ്മാനം? ഇല്ല, വെറുതെ ഒരു പാട്ട് പാടി പോവാന്ന് വിചാരിച്ചല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വിൻ ചെയ്തിരിക്കുകയാണ് നമ്മള് സമ്മാനം. എനിവേ ശോഭിക വെഡിങ്സ് നൽകുന്ന നല്ലൊരു സമ്മാനമാണ്. സന്തോഷായോ? സന്തോഷായി. തിരക്കിലാണോ? ബില്ലാക്കുന്ന തിരക്കിലാണല്ലേ? ഞാൻ സിറ്റി ചാനലിൽ നിന്ന് വരികയാണ്. ഒരു ചമ്മലും വേണ്ട. ഇത് സിറ്റി ചാനലിന്റെ സൂത്രധാരൻ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ചമ്മലുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് പേര്? ഫാത്തിമ. വലിയ പെരുന്നാളിന്റെ കളക്ഷൻസും തെരഞ്ഞു വന്നായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ശോഭിക വെഡിങ്സിന്റെ കളക്ഷൻ? എപ്പോഴും ഇവിടെ നിന്നാണോ കളക്ഷൻസ്? ഇവിടുത്തെ കളക്ഷൻസ് എങ്ങനെയാണ്? അതെ അല്ലേ? എന്താണ് എടുത്തത്? പാന്റും ടോപ്പും എല്ലാം എടുത്ത്. അതെ അല്ലേ? ആരുടെ കൂടെ വന്നേ? ഓക്കെ, അപ്പം എന്നെ കാണുമ്പോൾ ഒളിഞ്ഞിരുന്നല്ലേ? ഓക്കെ, അപ്പം പാട്ട് പാടും. ആ മുഖം കണ്ടിട്ട് എനിക്ക് ഒരു പാട്ട് പാടുന്ന പോലെ തോന്നുന്നു. രണ്ടുപേരും. എവിടെയാണ് വീട് പറഞ്ഞത്? കല്ലൂരാവി. ഓക്കെ, പഠിക്കുവാണോ വർക്ക് ചെയ്യാണോ? പഠിക്കുവാണ്. എവിടെയാണ്? ഞാൻ പ്ലസ് ടു കഴിഞ്ഞാണ് അല്ലേ? ഓക്കെ, എവിടെ പഠിക്കുന്നത്? ഇനിയിപ്പോ ചേർന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കുസൃതി ചോദ്യമാണ്. ചോദ്യം ഇതാണ്: അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം ഏതാണ്? അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം. അവിടുന്ന് ഇവിടുന്നൊക്കെ പലതും കേൾക്കും. ഒന്നും ശ്രദ്ധിക്കാതിരുന്നാൽ മതി കേട്ടോ. അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം ഏതാണ്? അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം. ജസ്റ്റ് ഒന്ന് ആലോചിച്ചോക്കെ. ക്ലൂ തരാം. ക്ലൂ അതിന് വലിയ ക്ലൂ ഒന്നും എനിക്ക് തരാൻ പറ്റില്ല. ഞാൻ ഉത്തരം തന്നെ പറഞ്ഞു തന്നു പോകും. അതുകൊണ്ടാണ് ഇതുവരെയുള്ള എല്ലാ കസ്റ്റമേഴ്സും സമ്മാനം മേടിച്ചു. അപ്പൊ ആ ഒരു ത്രില്ലിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ചു ഏതായിരിക്കും രാജ്യം? അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം. അവിടുന്ന് ഇവിടുന്നൊക്കെ ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു മുഖം കണ്ടിട്ട്. കിട്ടുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. പങ്കെടുത്തതിൽ വലിയ സന്തോഷം. സൂത്രധാരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. എന്താണ് പേര്? നൗഷിബ. എവിടെയാണ് വീട്? കൊളവയില്. നിങ്ങൾ ഒരു ഫാമിലി ആണോ? ഉമ്മയായിരിക്കും അല്ലേ? എന്താണ് പേര്? അലീമ. എന്താണ് പേര്? ഫൗസിയ. കുഞ്ഞുമാവിന്റെ പേരെന്താണ്? ഓക്കെ, അപ്പം ഡ്രസ്സൊക്കെ കിട്ടിയോ? ഡ്രസ്സൊക്കെ എടുത്തിട്ടിരിക്കുകയാണോ? നോക്കുന്നുണ്ട്. എല്ലാവരും നോക്കട്ടെ എന്ന് വെച്ച് ഇവിടെ ഇരുന്നേ അല്ലേ? ഓക്കെ, അപ്പം പാട്ട് പാടോ? ചെറുതായിട്ട് എന്തെങ്കിലും. വലിയ പെരുന്നാളൊക്കെ അല്ലേ, ആഘോഷമല്ലേ? ഒരു 2 വരി പാട്ട് നമുക്ക് വേണ്ടിട്ട്. ഇല്ല, പാട്ടറിയില്ല. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റിനിലോട്ട് പോയാലോ? കുസൃതി ചോദ്യമാണ്. ചോദ്യം: വള്ളി ഉണ്ടെങ്കിൽ ഇതൊരു അസുഖമാണ്, വള്ളി ഇല്ലെങ്കിൽ ഇതൊരു വൃക്ഷമാണ്. വള്ളി ഉണ്ടെങ്കിൽ ഇതൊരു അസുഖമാണ്, വള്ളി ഇല്ലെങ്കിൽ ഇതൊരു വൃക്ഷമാണ്. ഉമ്മ ആള് കൊള്ളാലോ. ഉത്തരം ഫസ്റ്റ് പറഞ്ഞത് ചോദ്യം കേട്ട ആ ഒരു മിനിറ്റിൽ തന്നെ ഉമ്മ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ കൺഗ്രാറ്റുലേഷൻസ്. വിചാരിച്ചിരുന്നോ ഈ ഉത്തരം പറയാൻ പറ്റുമെന്ന്? ഇല്ല. ഓക്കെ, അപ്പൊ സന്തോഷായില്ലേ? വെറുതെ ഇവിടെ ഇരുന്നല്ലേ? നമ്മുടെ സിറ്റി ചാനല് സൂത്രധാരൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായിട്ടാണ് ഇന്ന് വന്നത്. ശോഭിക വെഡിങ്സ് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ആണ് ഉമ്മയ്ക്ക് തന്നിട്ടുള്ളത്. സന്തോഷായോ? സന്തോഷായി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കസ്റ്റമറിലോട്ട് നമ്മൾ പോവുകയാണ്. സൂത്രധാരൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് വരികയാണ്. എന്താണ് പേര്? അനുശ്രീ. അഞ്ജശ്രീ. ട്വിൻസാണല്ലേ? ഞാൻ ഈ മുഖം നോക്കി, ഈ മുഖം അതേ മുഖം. ഓക്കെ, എവിടെയാണ് വീട്? അമ്പലത്തറ, മടിക്ക അമ്പലത്തറ. ഫ്രണ്ട്സ് ആണോ 3 പേരും? അല്ല, കസിൻസ് ആണ്. എന്താണ് പേര്? പഠിക്കുകയാണോ? എത്ര ക്ലാസ്? ഞാൻ ഇനി 8ലേക്ക്. എത്രയിലാണ്? ഞാൻ പ്ലസ് ടു കഴിഞ്ഞല്ലേ? അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് സിറ്റി ചാനലിന്റെ സൂത്രധാരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. എന്താണ് ഇവിടെ ഇന്ന് എന്തിനാണ് ഡ്രസ്സ് എടുക്കാൻ വന്നേ? അത് കല്യാണം ഉണ്ടല്ലേ? ഓക്കെ, അപ്പം ഈ മുഖമൊക്കെ കണ്ടിട്ട് എനിക്ക് 3 പേരും പാട്ട് പാടുന്ന പോലെ ഉണ്ട്. ആരാണ് ഇതിൽ പാട്ട് പാടാ?
ഉണ്ട്, ചെറുതായിട്ടുണ്ട്. ആ സൗണ്ടും ഒക്കെ കേൾക്കുമ്പോ ഒരു ചെറിയ പാട്ടിന്റെ മയമുണ്ട്. ഒരു 2 വരി മതി. നമ്മുടെ ചാനലിൽ കേൾക്കുന്നേ 2 വരി. 2 വരി ഇല്ല. ഓക്കെ, അപ്പം ഞാൻ ചോദ്യത്തിലോട്ട് പോവാന്നാല്. എത്ര സംരക്ഷിച്ചാലും നശിച്ചു പോകുന്ന വനം ഏതാണ്? നമ്മൾ എത്ര സംരക്ഷിച്ചിട്ടും കാര്യമില്ല, വനം നശിച്ചു പോകും. എന്താണത്? കുസൃതി ചോദ്യമാണ് കേട്ടോ. നമ്മൾ എത്ര സംരക്ഷിച്ചാലും നശിച്ചു പോകുന്ന വനം. വാഴ. വാഴ. കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യമാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഇതിൽ ചിന്തിക്കുക. നമ്മൾ എത്ര സംരക്ഷിച്ചാലും നശിച്ചു പോകുന്ന വനം. അറിയില്ല. ഓക്കെ, കണ്ടതിൽ സന്തോഷം. നമ്മുടെ ശോഭിക വെഡിങ്സിലെ നമ്മുടെ സ്റ്റാഫിനോട് ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആരോടല്ലേ ചോദിക്കുക. നമ്മൾ കുറേ കസ്റ്റമേഴ്സിനോട് ചോദിച്ചു, അവർ ഉത്തരം പറഞ്ഞ് സമ്മാനം വാങ്ങി. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്തോട്ടാണ്. എന്താണ് ചേച്ചി പേര്? ഷീബ. ഷീബ. എന്താണ് ചേച്ചി പേര്? പ്രതിഭ. പ്രതിഭ. രണ്ടുപേരുടെയും വീട് എവിടെയാണ്? നീലേശ്വരം. നീലേശ്വരം. രണ്ടുപേരിൽ ഒരാൾ പാട്ട് പാടോ? ഒറ്റയടിക്കില്ല. ഓക്കെ, അപ്പം കുസൃതി ചോദ്യമാണ്. ചോദ്യം ഇതാണ്: തിന്നാൻ പറ്റുന്ന നിറം ഏതാണ്? തിന്നാൻ പറ്റുന്ന നിറം. തിന്നാൻ പറ്റുന്ന നിറം ഏതാണ്? ഓറഞ്ച്. ശരിയാണ്. ഞാൻ ഇത്തിരി ഈസി തന്നെയാണ്, കാരണം നമ്മുടെ ശോഭികയുടെ സ്റ്റാഫ് അല്ലേ ഇവിടുത്തെ അഭിമാനം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈസി തന്നെ തന്നെയാണ്. ഈസി ആയി തോന്നിയോ? ഓവർ ഈസി ആയി തോന്നിയോ? ഇല്ല. ഓക്കെ, ഓറഞ്ച് ആണ് ഉത്തരം. ഞാൻ എന്തായിരുന്നു ചോദ്യം ചോദിച്ചത്? തിന്നാൻ പറ്റുന്ന നിറം ഓറഞ്ച് ആണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത കസ്റ്റമറിലോട്ട് പോകുന്നതിന് മുമ്പ് സമ്മാനം കൊടുക്കണം. അപ്പം സമ്മാനം ശോഭിക വെഡിങ്സ് നൽകുന്ന സമ്മാനം ശോഭിക വെഡിങ്സിലെ സ്റ്റാഫ് തന്നെ മേടിക്കുന്ന അഭിമാന മുഹൂർത്തമാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പം കൺഗ്രാറ്റുലേഷൻസ്. സിറ്റി ചാനലിന്റെ സൂത്രധാരൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നാണ് വരുന്നത്. എന്താണ് പേര്? ബഷീർ. ബഷീർ. എവിടെയാണ് വീട്? നേരത്തെ വന്നോ? 1 മണിക്കൂറോളായി. 1 മണിക്കൂറോളായി. എല്ലാവരുടെ അടുത്ത് തീരുമ്പോ കുറെ സമയമാവും എന്തായാലും. അതെ അല്ലേ? എങ്ങനെയാണ് ശോഭിക വെഡിങ്സിന്റെ കളക്ഷൻസ്? നല്ല വെരി ഗുഡ്. കാസർഗോഡിനെക്കാളും കൂടുതലുണ്ട്. കാസർഗോഡ് മണി വന്നതാണ്. നമുക്ക് അവിടെ ഇഷ്ടപ്പെടാത്തുണ്ട്. ഇവരെ ഷോപ്പ് ഞാൻ ഇവിടെ സന്ദർശിച്ചു. ഇഷ്ടപ്പെടാത്തോണ്ട് എനിക്ക് ഇവിടത്തേക്ക് വന്നു. ഇവിടെ സ്ഥലം ഇഷ്ടം പോലെ. പുറത്താണ്, ഗൾഫിലാണ്. ലീവിനാണ്. ഇവരെ സെലക്ഷൻ നമുക്ക് ഇവിടത്തെയും അവിടത്തെയും കാലാവസ്ഥ ഇപ്പൊ നല്ല നോർമലായി. കുറച്ച് ഒരാഴ്ച മൈൻഡ് അവിടെ നല്ല ചൂടാണ്. ഇവിടെ നമുക്ക് ഇവരെ കാര്യം വെച്ചാൽ ഇവിടെ നിന്ന് എല്ലാ സാധനം കിട്ടും. ശോഭികയിൽ കയറിയ അങ്ങനത്തെ ഒരു അതാണ് ശോഭിക വെഡിങ്സ്. അതാണ് കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്ത് തന്നെ ശോഭിക വരാനും കാരണം. എടുത്ത് പോകാം. നല്ല സെലക്ഷൻ. പിന്നെ ഡ്രസ് മെറ്റീരിയൽസ് നല്ല മെറ്റീരിയൽസ് ആണ് ഇവരെ. അപ്പൊ ഞാൻ ഒരു കുസൃതി ചോദ്യത്തിലോട്ട് പോയാലോ? നമുക്ക് ഇങ്ങനത്തെ കസ്റ്റമേഴ്സിനാണ് നമ്മൾ ചോദിക്കുമ്പോൾ നല്ല പോലെ ഉത്തരം പറയുന്ന കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ തന്നെ നമ്മുടെ ക്യാമറ കാണുമ്പോൾ ഒളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിട്ടാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് നിങ്ങൾ വന്നത്. അത് തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. എത്ര സംരക്ഷിച്ചാലും നശിച്ചു പോകുന്ന വനം ഏതാണ്? എത്ര സംരക്ഷിച്ചാലും നശിച്ചു പോകുന്ന വനം. അല്ല, കുസൃതി ചോദ്യമാണ്. എത്ര സംരക്ഷിച്ചാലും നശിച്ചു പോകുന്ന വനം. അങ്ങനെ അറിയില്ല. ഒന്ന് ആലോചിച്ചോ, ചെറുതായിട്ടൊന്ന് ആലോചിച്ചോ. നമ്മുടെ എത്ര നശിച്ചാലും നമ്മുടെ പ്രായവും ഒക്കെ ആയിട്ട് ഒരു ബന്ധപ്പെട്ടാണ്. എനിക്ക് നിങ്ങൾക്ക് ക്ലൂ തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്കാണ് ക്ലൂ തരാ? അല്ല, ഒന്ന് ആലോചിച്ചോ. ഞാൻ ഏറ്റവും വലിയ ക്ലൂ ആണ്. ഇനിയും ക്ലൂ സ്വപ്നങ്ങളിൽ മാത്രം. പ്രായമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. എത്ര നമ്മൾ സംരക്ഷിച്ചാലും ആ വനം നശിച്ചു പോകും. പ്രായവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. ഇല്ല, എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ഏറെ നമുക്ക് കൂടുതൽ നല്ല പോകണമെന്ന് നോക്കൂല.
ലാസ്റ്റ് ആകുമ്പോൾ നിരച്ച് പോകുന്നുണ്ടല്ലോ. പക്ഷെ ഇത് കുസൃതി ചോദ്യമാണല്ലോ. ശരി, കുഴപ്പമില്ല, പങ്കെടുക്കുകയല്ലേ വലിയ കാര്യം. ഓക്കെ, ശരി, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ഒന്നുകൂടെ നമ്മുടെ സ്റ്റാഫിനോട് തന്നെ ചോദിച്ചാലോ? നമ്മുടെ സ്റ്റാഫില്ലേ, എല്ലാവരുടെയും പിറകെ നിന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് സ്റ്റാഫിനെ പരിചയപ്പെടാം. എന്താ ചേച്ചി പേര്? ശൈലജ. ശൈലജ. എന്താണ് പേര്? രേണുക. എന്താണ് പേര്? പൂമണി. തുടങ്ങുമ്പോ തന്നെ നമ്മുടെ ശോഭിക വെഡിങ്സിലുള്ളവരാണോ നിങ്ങളൊക്കെ? ചേച്ചിയും എല്ലാവരും? അതെ. ഓക്കെ, അപ്പം ഞാൻ ചോദ്യത്തിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരുടെയും വീട് എവിടെയാ? നമ്മുടെ സിറ്റി ചാനൽ പ്രേക്ഷകരൊന്ന് നിങ്ങളെയൊക്കെ അറിയാം. എന്റെ വീട് കല്യാൺ റോഡാണ്. കല്യാൺ റോഡ്. ചേച്ചിയുടെ വീട് നീലേശ്വരം. ഞാൻ പെരിയാണ്. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ എല്ലാവരും? ഭക്ഷണമൊക്കെ കഴിച്ചു. ഓക്കെ, അപ്പം പാട്ട് പാടുവോ? ആ, ചേച്ചി പാടും. ഇവര് ഒറ്റയടിക്ക് പാടുന്നു പറയുന്നുണ്ടെങ്കിൽ ചേച്ചി പാടും. നമുക്ക് പാടുന്ന ഒരു കസ്റ്റമറിനെ കെട്ടിയിരിക്കുകയാണ്. അപ്പം 2 വരി നമ്മുടെ ശോഭിക ഒന്ന് ഉണരട്ടെ. ഏതെങ്കിലും 2 വരി. പുതുമഴമണിയോ തൂവയിലോ ഇരുളല നിഴലോ അറിയില്ലെന്നു നീ എന്ന ചാരുത അറിയാമെന്നിതാണെൻ്റെ ചേതനാവിൽ നിറയും അതിശയകരഭാവം നീ മുകിലോ പുതുമഴമണിയോ തൂവയിലോ ഇരുളല നിഴലോ. അയ്യോ, ഇത്ര ഭംഗിയായിട്ട് പാടുന്ന എനിക്ക് മടിയാവുന്നു, ഞാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേ. അടിപൊളിയായിട്ട് പാടി. അതും ഞാൻ വിചാരിച്ചു ഒരു ഓൾഡ് സോങ്ങോ മെലഡി സോങ്ങോ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഈ ന്യൂജന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പാട്ടാണ് ചേച്ചി പാടിയത്. എനിവേ, താങ്ക് യു സോ മച്ച്. നമ്മൾ ചോദ്യത്തിലോട്ട് പോയാലോ? ചോദ്യം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ ചോദ്യം മാറ്റട്ടെ? വേണ്ട, ഞാൻ ആ ചോദ്യം തന്നെ, ചേച്ചി പാട്ട് പാടി തന്നതല്ലേ. എന്തായാലും ചോദ്യം ഇതാണ്: എത്ര സംരക്ഷിച്ചാലും നശിച്ചു പോകുന്ന വനം ഏതാണ്? എത്ര സംരക്ഷിച്ചാലും. ഓഹോ, അപ്പൊ എല്ലാം സെറ്റായി വെച്ചിരിക്കുകയാണ്. യൗവനം. യൗവനം എങ്ങനെയാണ്? നമ്മൾ എത്ര സംരക്ഷിച്ചാലും യൗവനം നശിച്ചു പോകും. നമുക്ക് പ്രായമാവും എന്തായാലും. നമ്മൾ എത്ര പിടിച്ചു വെച്ചിട്ടും കാര്യമില്ലാത്ത സാധനമാണ് യൗവനം. അപ്പം നമ്മൾ എത്ര പിടിച്ചു വെച്ചാലും നശിച്ചു പോകുന്ന സാധനമാണ് യൗവനം. അപ്പം നമ്മുടെ സ്റ്റാഫൊക്കെ ഭയങ്കരമാണ് കേട്ടോ ഇവിടുത്തെ. നമ്മൾ ചെറിയ ചോദ്യം അല്ല ചോദിക്കുന്നത്, കുറച്ചൊരു ടഫുള്ള ചോദ്യമാണ്. പക്ഷെ എന്നാലും നമ്മുടെ കസ്റ്റമേഴ്സിനെക്കാളും കൂടുതൽ നമ്മുടെ സ്റ്റാഫാണ് ഇവിടെ എനർജറ്റിക് ആയിട്ട് ഉത്തരം പറയുന്നത്. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് നമ്മുടെ ശോഭിക വെഡിങ്സ്. നിങ്ങളുടെയും ഞങ്ങളുടെയും ശോഭിക വെഡിങ്സ് ആണ് നിങ്ങൾക്ക് സമ്മാനം നൽകിയിരിക്കുന്നത്. ഓക്കെ, എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് പേര്? ഋതുനന്ദൻ. വെറൈറ്റി പേരാണല്ലോ. പഠിക്കുകയാണോ? വർക്ക് ചെയ്യുകയാണോ? എവിടെയാണ്? കൂർഗില്. എന്താണ്? ഷെഫായിട്ട്. ഓക്കെ, അപ്പം എവിടെയാണ് ഇവിടെ വീട്? പടന്നക്കാട്. എന്തെടുക്കാനാണ് വന്നേ? ഞാൻ എൻ്റെ അമ്മേനെ കാണാൻ വന്നു. അമ്മേനെ കാണാനോ? അമ്മ കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് വാ, നമ്മുടെ ചേച്ചിന്റെ മകനാണ്. ഓക്കെ, അപ്പം അമ്മേനെ കാണാൻ വന്നെയാണ്. കൂർഗിൽ നിന്ന് വന്നെയാണോ? ഇന്നലെ വന്നത്. ഓക്കെ, അമ്മയുടെ പേരെന്താ? സുമിത്ര. അപ്പം നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ, എന്തോ കസ്റ്റമർ എന്നാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പം മോന്റെ മുഖം കണ്ടിട്ട് ഒരു പാട്ട് പാടുന്ന പോലെ ഉണ്ട്. പാടുവോ? ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്, ഏതെങ്കിലും കായികപരമായോ അങ്ങനെ എന്തെങ്കിലും കഴിവ്? അതൊന്നും ഞങ്ങൾ ഇവിടെ ചെയ്യിപ്പിക്കില്ല, വെറുതെ ചോദിക്കാൻ മാത്രമാണ്. ഗ്യാസ് കൊണ്ടുവന്ന ഞാൻ ഫുഡാക്കി തരാം, ഞാൻ നല്ല ഷെഫാണെന്ന്. അതും നമ്മളെ കൊണ്ട് ഇപ്പൊ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചെറിയൊരു കുസൃതി ചോദ്യമായിട്ടാണ് വന്നത്. അപ്പൊ കുസൃതി ചോദ്യത്തിലോട്ട് പോയാലോ? അതെന്തായാലും ചെറുതായിട്ട് ആലോചിച്ചാൽ കിട്ടുമല്ലോ. ചോദിക്കട്ടെ. അനീതിയാണോ? എന്താണ് പേര്? വൈഗ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ലേക്ക് പോകുന്നു. 9. എവിടെയാണ്? ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, അപ്പം പാട്ട് 2 വരി നമുക്ക് വേണ്ടി, സിറ്റി ചാനലിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. സമയമൊക്കെ നമ്മൾ പറഞ്ഞുതരാം, പാട്ട് കേൾക്കാം. എനിക്ക് പാട്ട് പാടാൻ 2 വരി. ഏതെങ്കിലും 2 വരി. അതെയോ? ഡാൻസ് ഇപ്പൊ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് 2 വരി ഏതെങ്കിലും പാട്ട്.
സാരില്ലേ, കുഴപ്പമില്ല. ഡാൻസ് പിന്നെയും കളിക്കും, പാട്ടറിയില്ല. അതെല്ലേ. അപ്പൊ ഞാൻ ഏറെ മുഷിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞു നിർബന്ധിച്ചിട്ട് പാടിപ്പിക്കുമ്പോ അതൊരു സുഖമില്ലല്ലോ. അപ്പൊ ഞാൻ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? എല്ലാവരും ബഹുമാനിക്കുന്ന തല എന്താണ്? കുസൃതി ചോദ്യമാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന തല. എനിക്കറിയില്ല. എന്നാ ആലോചിച്ച് നോക്ക്. അറിയില്ല. ഓക്കെ, കണ്ടതിൽ സന്തോഷം. സിറ്റി ചാനലിന്റെ സൂത്രധാരൻ എന്ന് പറയുന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. എന്താണ് പേര്? ഷാഹിദ്. എവിടെയാണ്? നാട്ടിലാണോ അതോ പുറത്താണോ? പുറത്താണ്, ഇപ്പോൾ ലീവിന് വന്നെയാണ്. പെരുന്നാൾ ആഘോഷിക്കാൻ വന്നെയാണോ? അതല്ലേ. ഓക്കെ, മക്കളാണ്. ഓക്കെ, എന്താണ് മോളെ പേര്? എന്താണ് പേര്? ശരി, അവളെന്തോ മൂഡിലെല്ലാം തോന്നുന്നു. എന്താണ് മോളെ പേര്? ഇല്ല. ഓക്കെ, അപ്പം ഭാര്യയും എല്ലാരും ഫാമിലി ആയിട്ട് വന്നെയാണ്. കിട്ടിയോ? ഇല്ല, നോക്കുന്നുണ്ട്. എങ്ങനെയാണ് ശോഭികയുടെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? എപ്പോഴും വരാറുണ്ട് അല്ലേ? നാട്ടിലെത്തുമ്പോഴൊക്കെ ശോഭിക സന്ദർശിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മള് ഒരു ചെറിയ കുസൃതി ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. പാട്ട് പാടുമോ? രണ്ടുപേരി ഇല്ല. ഓക്കെ, ചോദ്യം ഇതാണ്, കുസൃതി ചോദ്യമാണ്. എല്ലാവരും മതി, ട്രൈ ചെയ്താൽ മതി. എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? കുസൃതി ചോദ്യമാണ്, അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിക്കുക. എല്ലാവരും ബഹുമാനിക്കുന്ന തല. എല്ലാവരും ബഹുമാനിക്കുന്ന തല. കുസൃതി ചോദ്യമാണ്. കിട്ടുന്നില്ല. ഓക്കെ, ശരി, കണ്ടതിൽ സന്തോഷം. ഒരു പ്രോഗ്രാം എന്നാണ് വരുന്നത്. സൂത്രധാരൻ എന്ന് പറഞ്ഞേ. എന്താണ് പേര്? ഷാസിൽ. എന്താണ് പേര്? റിഫ. പെരുന്നാളിന്റെ വസ്ത്രങ്ങൾ എടുക്കാനല്ലേ വന്നേ? എടുത്തു കഴിഞ്ഞോ? ഇല്ല, എടുത്തു കഴിഞ്ഞില്ല. എന്തോ ഒരു ഷോക്കായ പോലെ. ഞങ്ങളെ കണ്ടിട്ടാണോ? ഓക്കെ, അപ്പം എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞേ? പാണത്തൂര്. ഉമ്മാന്റെ കൂടെയാണോ? അതെല്ലേ. ഉമ്മക്ക് എവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ റെസ്റ്റ് ചെയ്യാം, നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞ് വിട്ടാണല്ലേ. അപ്പൊ രണ്ടുപേരുടെയും മുഖം കണ്ടിട്ട് ഒരു പാട്ട് പാടുന്ന പോലെ ഉണ്ട്. പാട്ട് പാടോ? ഇല്ല, രണ്ടുപേരും. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. ഓക്കെ, അപ്പൊ ഞാന് ഒരു എനിക്ക് മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നി. കണ്ട, നമ്മളെല്ലാരും ഒരേ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ഇവള് പാടൂലേ? സത്യം പറ, നല്ല വാങ്ങില് പാടും. ഇവൻ പറഞ്ഞ നല്ല പോലെ പാടും. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടാം. ഇല്ല. ഓക്കെ, അപ്പം ഞാന് കുസൃതി ചോദ്യത്തിലോട്ട് പോയാലോ? ചോദ്യം ഇതാണ്: എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? കുസൃതി ചോദ്യമാണ്. ഒന്നാലോചിച്ച് നോക്ക്. ടെൻഷൻ കൊണ്ടാണോ കിട്ടാത്ത? രണ്ടു വരി ഒന്ന് ഞാൻ ആലോചിച്ച് നോക്ക്. എല്ലാവരും ആഗ്രഹിക്കുന്ന തല, ബഹുമാനിക്കുന്ന തല. ആഗ്രഹിക്കുകയും ചെയ്യും നമ്മൾ ആ ഒരു ഇതിലെത്താൻ വേണ്ടിയിട്ട്. നല്ല തല. യെസ്, കറക്റ്റ് അല്ല, തെറ്റിപ്പോയി. ഓക്കെ, അപ്പം ഇനി ആലോചിക്കാൻ സമയം വേണ്ടല്ലോ. ഇന്ന് ആലോചിച്ചാൽ കിട്ടില്ല. ഓക്കെ, അപ്പം കണ്ടതിൽ സന്തോഷം. വീണ്ടും കാണാം. നമുക്ക് നല്ലൊരു കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. പെരുന്നാൾ ഡ്രസ്സ് എടുക്കാനല്ലേ വന്നത്? എവിടെയാണ് വീട്? ചിത്താരി. എന്താണ് പേര്? ഷിഹാബ്. വർക്ക് ചെയ്യണോ? എവിടെയാണ്? ഗൾഫിൽ. നാട്ടില് പെരുന്നാൾ ആഘോഷിക്കാൻ വന്നതാണ്. ഓക്കെ, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഗ്രോസറി സ്വന്തം ബിസിനസ്. ഓക്കെ, മക്കളാണോ? എന്താണ് മോന്റെ പേര്? ആദം. മോന്റെ പേര് എന്താണ്? പാട്ട് പാടുവോ? ആരാണ്? രണ്ടുപേരി പാട്ട് പാടിയേ നമ്മുടെ സിറ്റി ചാനലിന് വേണ്ടിട്ട്. ഏതെങ്കിലും രണ്ടുപേരി.
ആയിഷ ബിബിയാൽ മൊഞ്ചിർ ചമൈന്ത ആനന്ദമേകുന്ന മൊന്തുന്നി വാസുകൾ. ഓക്കെ, അപ്പം നമ്മള് പറഞ്ഞത് മാനിച്ചിട്ട് അവൻ രണ്ടുവരിയെങ്കിൽ രണ്ടുവരി നമുക്ക് വേണ്ടി പാടി തന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദ്യത്തിലോട്ട് പോയാലോ? നമ്മൾ ഒരു കുസൃതി ചോദ്യമായിട്ടാണ് വന്നത്. സൂത്രധാരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. ശോഭിക വെഡിങ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആദ്യം തന്നെ ചോദിക്കട്ടെ. കുഴപ്പമില്ല, നല്ല പർച്ചേസ് ഏകദേശം ഇതിനു മുമ്പ് ഇവിടെ തന്നെയാണോ വരിക? സ്ഥിരം ഓ, അതാണ്. ഓക്കെ, അപ്പം ഞാൻ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ചോദ്യം ഇതാണ്: എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? എല്ലാവരും ബഹുമാനിക്കുന്ന തല. അറിയാം. കുസൃതി ചോദ്യമാണ്. ആ ഒരു സെൻസിൽ ഒന്ന് ആലോചിച്ചാൽ മതി. എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? ഒരു ഐഡിയ ഇല്ല. ചെറുതായിട്ടൊന്ന് ആലോചിച്ചു. ഒരു ഐഡിയ ഇല്ല. ഓക്കെ, കണ്ടതിൽ സന്തോഷം. സൂത്രധാരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വരികയാണ്. എന്താണ് പേര്? ലക്ഷ്മി. ലക്ഷ്മി. മോളാണോ? എന്താണ് പേര്? ഹർഷ. ഹർഷ. ഹർഷ പാട്ട് പാടുന്ന പോലെ ഉണ്ട് മുഖം കണ്ടിട്ട്. രണ്ടുപേര് എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണോ? വർക്ക് ചെയ്യാണ്. ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക്. എവിടെ? ഓഫീസ് ദുബായിൽ. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വർക്ക്. വീട്ടിൽ നിന്ന് ചെയ്യുന്നു. വർക്ക് ഫ്രം ഹോം. ഓക്കെ, എന്ത് ചെയ്യുന്നു? വീട്ടിലാണ്. ഓക്കെ, അപ്പം അമ്മ പാട്ട് പാടോ? പാട്ട് രണ്ടുപേരും പാടും അല്ലേ അമ്മ? രണ്ടുപേരും. ഏതെങ്കിലും നമ്മുടെ പഴയ പാട്ടോ അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റിനിലോട്ട് തന്നെ പോവാ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? ഒന്നാലോചിച്ചു. കുസൃതി ചോദ്യമാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന തല. ഇല്ല. ഓക്കെ, കണ്ടതിൽ സന്തോഷം. പർച്ചേസിന് എന്നാണോ? നമ്മൾ സിറ്റി ചാനലിന്റെ സൂത്രധാരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നിന്നാണ് വരുന്നത്. എന്താണ് പേര്? ശാന്തി. എന്താണ്? ചിത്രലേഖ. വർക്ക് ചെയ്യാണോ? ഇല്ല, ഹൗസ് വൈഫ്. ഹൗസ് വൈഫാണ്. അപ്പം രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പാട്ട് പാടുന്ന പോലെ ഉണ്ട്? ഇല്ല, പാട്ട് പാടാറില്ല. ഓക്കെ, അപ്പം നമ്മുടെ ശോഭിക വെഡിങ്സിൽ സ്ഥിരം കസ്റ്റമർ ആണോ? ആദ്യമായിട്ടാണോ? ഞാൻ ആദ്യമായിട്ടാ. അതെ അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ? നല്ല കളക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ കൊണ്ടുപോകും. അതെ അല്ലേ? ഓക്കെ, അപ്പം ശോഭിക വെഡിങ്സ് ഇന്നും പ്രൊവൈഡ് ചെയ്യുന്ന നല്ല കളക്ഷൻസ് തന്നെയാണ്. ഓക്കെ, അപ്പം ഞാൻ ചോദ്യത്തിലോട്ട് പോവുകയാണ്. കുസൃതി ചോദ്യമാണ്. ചോദ്യം ഇതാണ്: എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയോ. കുസൃതി ചോദ്യമാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന തല. അറിയില്ല. ഓക്കെ, കണ്ടത് ശരി. സൂത്രധാരൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ നിന്നാണ് വരുന്നത്. കുസൃതി ചോദ്യം ചോദിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സൂത്രധാരൻ. അപ്പം എന്താണ് പേര്? സിനി. സിനി. എന്താണ് മോളുടെ പേര്? മോളല്ലേ? അൻവിത. അൻവിത. എവിടെ നിന്നാണ് വരുന്നത്? കാലിച്ചാനടക്കും. എന്താണ് ഇന്ന് പർച്ചേസ്? ചുരിദാർ. ചുരിദാർ. നമ്മുടെ ശോഭിക വെഡിങ്സ് കളക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല. കുഴപ്പമില്ല. പലതവണ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടല്ലോ. അതെ അല്ലേ? ഓക്കെ, അപ്പം മോള് പാട്ട് പാടോ? രണ്ടുവരി. നമ്മുടെ സിറ്റി ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുവരി. ഏത് സോങ് ആയാലും കുഴപ്പമില്ല. അമ്മ പാടുവോ? അമ്മ പാടുവോ? ചെറുങ്ങനെ പാടും. ഒന്ന് അമ്മ പാടിയാൽ മതി. രണ്ടുവരി, ഏതെങ്കിലും രണ്ടുവരി നമ്മുടെ സിറ്റി ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ടുവരി. മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറന്നതാരോ, ചെല്ലപ്പൂങ്കാറ്റോ പൂനിലാവോ, തേനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ. താങ്ക് യു. അയ്യോ, നല്ല മനോഹരമായിട്ട് അടിപൊളി പാട്ടുമാണ് പാടിയത്. നല്ലൊരു മെലഡിയാണ് പാടിയത്. എനിവേ നല്ല രസമുണ്ട് കേട്ടോ. എന്നിട്ട് പാട്ട് പാടുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാടില്ല എന്നുള്ള മുഖമായിരുന്നു. ഓക്കെ, അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? കുസൃതി ചോദ്യമാണ്. ചോദ്യം ഇതാണ്:
എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? ചുമതല ചുമതല ചുമതല. അതെങ്ങനെയാണ് വരുന്നത്? ചുമതല അറിയുമ്പോൾ നല്ല ചുമതലയായിട്ട് നേതാവായിട്ട് വരുമ്പം അവരെ ബഹുമാനിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ഓക്കെ. അപ്പം നമ്മള് കൊറേ കസ്റ്റമറിനോട് ചോദിച്ച ചോദ്യമാണ്, പക്ഷെ ആർക്കും കിട്ടിയില്ലായിരുന്നു. ആ ശരിയാണ്, ചുമതലയാണ് ഉത്തരം. അപ്പൊ നല്ലൊരു പാട്ട് നമുക്ക് പാടി തന്നു, ഉത്തരം പറഞ്ഞു. എന്താണ് ചേച്ചിയുടെ പേര്? സിനി. സിനി. അപ്പൊ സിനി ചേച്ചിക്ക് നമ്മുടെ ശോഭിക വെഡിങ്സ് നൽകുന്ന നല്ല ഒരു ഗിഫ്റ്റ് ആണ് ഇന്നുള്ളത്. ഓക്കെ, സന്തോഷായില്ലേ? ഓക്കെ. അപ്പം വീണ്ടും ഇനി എപ്പോഴും നമ്മുടെ ശോഭികയിൽ തന്നെ വരിക. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. ഓക്കെ, അപ്പം ശരി. സിറ്റി ചാനലിന്റെ പ്രോഗ്രാമാണ്, കാഞ്ഞങ്ങാട് സിറ്റി ചാനലിന്റെ സൂത്രധാരൻ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. എന്താണ് പേര്? ലൈസമ്മ. എവിടെ പോകുന്നത്? അവള് പറഞ്ഞോട്ടേന്ന്. ഓക്കെ, അപ്പം എന്താണ് പേര് പറഞ്ഞേ? ലൈസമ്മ. എവിടെയാണ് വീട്? പാണത്തൂര്. പാണത്തൂരിന്ന് ഇവിടം വരെ എന്ത് ഡ്രസ് എടുക്കാനാണ് വന്നത്? കല്യാണത്തിനാണോ? അതെ. കല്യാണ പർച്ചേസ് ആണ്. ആരുടെയാണ് കല്യാണം? മോളുടെ. എപ്പോഴാണ്? ജൂൺ 22-ന്. ജൂൺ 22-ന്. ഓക്കെ, അപ്പം പർച്ചേസ് കഴിഞ്ഞോ? എങ്ങനെയുണ്ട് നമ്മുടെ ശോഭിക വെഡിങ്സിലെ കളക്ഷൻ? നല്ലതാ, അടിപൊളിയാണ്. ഓക്കെ, അപ്പം എപ്പോഴും ഇവിടെ തന്നെയാണോ വരിക? ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു കുസൃതി ചോദ്യം തന്നാലോ? നോക്കാം, ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്: അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം ഏതാണ്? അമേരിക്ക. ഇതെന്താ ഇതൊക്കെ കലക്കി കുടിച്ച് വന്നിരിക്കുകയാണോ? ഞാൻ ചോദ്യം തന്നെ ഫുള്ളാക്കിയില്ല. ഏതാണ്? ഒന്നുകൂടെ പറഞ്ഞേ. ഇവിടെ നിക്കുന്നേ. എന്താണ് ഞാൻ ചോദിച്ച ചോദ്യം? എന്താണ്? അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം. അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം എന്നാക്കുമ്പോഴത്തേക്ക് ഉത്തരം അമേരിക്കാന്ന്. എങ്ങനെയാണത്? എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞു കൊടുത്തേ, നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേ. അമേരിക്ക സമ്മാനമാണോ ചേച്ചിക്ക് വേണ്ടിട്ട് നൽകുന്നത്? അപ്പം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ അമേരിക്ക ഒന്ന് അമ്മ ഇരിക്കാന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ നമ്മള് അമേരിക്കയാണ് ഉത്തരം. ശരിയായ ഉത്തരമാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ സന്തോഷായില്ലേ? മോളുടെ കല്യാണത്തിന് പർച്ചേസിന് വന്നു, നമ്മള് ശോഭിക വെഡിങ്സിൽ വന്ന് ശോഭിക വെഡിങ്സിൽ സമ്മാനമൊക്കെ കിട്ടി. സന്തോഷായി. ഓക്കെ, വളരെ സന്തോഷം. നമ്മൾ ഇന്ന് ശോഭിക വെഡിങ്സിന്റെ കൗണ്ടറിലാണ് എത്തിയിരിക്കുന്നത്. അപ്പം എന്നും ഇങ്ങനെ പണിയെടുത്ത് ജീവിച്ചാൽ കുറച്ച് കുസൃതി ചോദ്യമൊക്കെ കേട്ട് ഉത്തരമൊക്കെ പറഞ്ഞ് സമ്മാനമൊക്കെ വാങ്ങണ്ടേ? അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചാലോ? ആദ്യം നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്? നിത്യ. എവിടെയാണ് വീട്? പനത്തടി. അശ്വിനി. എവിടെയാണ്? ചെമ്മട്ടം. ശ്രുതിരേഖ, മാലക്കല്ല്. അതെ. ഫുഡ് കഴിച്ചോ? കഴിച്ചു. ഓക്കെ, എത്ര മണി വരെയാണ് ഡ്യൂട്ടി? എനിക്ക് 8:30 വരെ. അതെ അല്ലേ? നല്ല കസ്റ്റമേഴ്സ് ആയിരിക്കും അല്ലേ? വലിയ പെരുന്നാളൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാന് പാട്ട് പാടോ? ആരെങ്കിലും? ആര് പാട്ട് പാടുന്നേ? ഇവിടുന്നോ പറയുന്നുണ്ട്. രണ്ട് വരി. അഭിമാനമാണ് നമ്മുടെ ശോഭിക വെഡിങ്സിലെ സ്റ്റാഫ്. നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട്, ഇവിടെ വാർഷികത്തിനൊക്കെ നമ്മൾ പ്രോഗ്രാംസ് കാണാറുണ്ട്, അതിൽ പാട്ട് പാടുന്നൊക്കെ കാണാറുണ്ട്. അപ്പൊ 2 വരി, ഏതെങ്കിലും 2 വരി. അതെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ. വെള്ളത്തിൽ അലിയുന്ന പൂവ് ഏതാണ്? വെള്ളത്തിൽ അലിയുന്ന പൂവ് ഏതാണ്? വെള്ളത്തിൽ അലിയുന്ന പൂവ് ഏതാണ്? കുസൃതി ചോദ്യമാണ്. വെള്ളത്തിൽ അലിയുന്ന പൂവ് ഏതാണ്? ഒന്നാലോചിച്ചോക്ക്. വെള്ളത്തിൽ അലിയുന്ന പൂ. ഷാംപൂ. ശരിയാണോ? ശരിയാണ്, ഷാംപൂ ആണ്. വെള്ളത്തിൽ അലിയുന്ന പൂ ഷാംപൂ ആണ്. നമ്മുടെ കുസൃതി ചോദ്യമാണ്, അല്ലെങ്കിൽ ഷാംപൂ അല്ല കേട്ടോ. കുസൃതി ചോദ്യം ആയതുകൊണ്ട് ഷാംപൂ ആണ്. ഓക്കെ, അപ്പം ഷാംപൂ എന്ന് ഉത്തരം പറഞ്ഞ നമ്മുടെ സ്റ്റാഫിന് ശോഭിക വെഡിങ്സ് നൽകുന്ന ഒരു നല്ല സമ്മാനം. ശോഭിക വെഡിങ്സിൽ നമ്മൾ ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഒരു ഭാഗമാകാൻ തന്നെയാണ് വന്നത്. ശോഭിക വെഡിങ്സിൽ നിരവധി കളക്ഷൻസും ആണ് വലിയ പെരുന്നാളിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി കസ്റ്റമേഴ്സുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൂത്രധാരൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരേക്കും ടാറ്റാ, ബൈ.